എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഐ വിറ്റ്നസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. ഒട്ടനവധി വീഡിയോസ് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പാട്ടുകളായിട്ടും ഇൻ്റർവ്യൂകളായിട്ടും ചെറിയ ചെറിയ ഷോർട്ട് മെസ്സേജുകളായിട്ടുമൊക്കെ വിവിധ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ടെന്നറിയാം. എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 33 അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ, 21, 22 വാക്യങ്ങൾ. സങ്കീർത്തനത്തിനകത്ത് ഒത്തിരി ആശയങ്ങൾ, ഒത്തിരി ദൂതുകൾ നമ്മെ സംബന്ധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതായ അനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഇന്ന് ഞാൻ വായിച്ച സമയത്ത് എന്നെ സ്വാധീനിച്ച ഒരു 2 വാക്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 33 സങ്കീർത്തനം അതിൻ്റെ 20, 21, 22 അവസാനം 2 വാക്യങ്ങൾ, 21, 22 ഞാൻ വായിക്കാം. 20 മുതൽ വായിക്കാം. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയമാകും. 21 വാക്യത്തിൽ ഇങ്ങനെയാണ്: അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. 22 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവയെ ഞങ്ങൾ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. വിശുദ്ധ ബൈബിൾ വളരെ വിശേഷതയുള്ള ഒരു ഗ്രന്ഥമാണ്. അത് ബൈബിൾ വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും അറിവുള്ള കാര്യം തന്നെയാണ്. അതിന് പ്രത്യേക വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. കോടാനുകോടിക്കണക്കിന് ജനങ്ങൾ ഇതിനെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുന്നൊരു പുസ്തകമാണ് സത്യവേദ പുസ്തകം എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ദ ബൈബിൾ എന്ന് അറിയപ്പെടുന്ന പുസ്തകം. ലോകത്തെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നതുമായൊരു പുസ്തകം ബൈബിളാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ബൈബിളിൻ്റെ ഒരു വായനക്കാരനാണ്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന സന്ദേശങ്ങൾ കൃത്യവും വ്യക്തവുമായിട്ട് ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ ശക്തിയുള്ളതും നമ്മുടെ ജീവിതത്തിനാകമാനം മാറ്റം വരുത്താൻ പ്രാപ്തവുമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായൊരു കാര്യം തന്നെയാണ്. ഈ വായിച്ച ഭാഗത്ത് 21, 22 വാക്യങ്ങൾ: അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവന് സന്തോഷിക്കും. ഒരു പ്രതിപ്രവർത്തനം നമുക്ക് ആ വാക്യത്തിൽ കാണാൻ സാധിക്കും. അതായത് ഒരാൾ പ്രാർത്ഥിക്കുന്നു, മറുഭാഗത്ത് നിന്ന് തന്നെ ഉത്തരം ലഭിക്കുന്നു. ഒരാളൊരു കാര്യം പറയുന്നു, മറുഭാഗത്ത് നിന്ന് റിപ്ലൈ ലഭിക്കുന്നു. അതിനാണ് പ്രതിപ്രവർത്തനം. അത്തരത്തിലുള്ളൊരു പ്രതിപ്രവർത്തനം ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കുന്നു. യഹോവയായ ദൈവത്തിൻ്റെ സർവശക്തനായ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയൊക്കെ നിർമ്മിച്ചവനായ, പടച്ചവനായ, സൃഷ്ടിതാവായ ദൈവത്തെ ഒരുപറ്റം ജനം ആശ്രയിക്കുകയാണ്, ട്രസ്റ്റ് ചെയ്യുകയാണ്. അടുത്ത വാക്യത്തിൽ അവൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. ഞങ്ങൾ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. അപ്പോൾ പ്രത്യാശ വെച്ചാൽ നിശ്ചയമായും അവങ്കിൽ നിന്ന് ദയ ഉണ്ടാകും എന്ന് ആണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. നമ്മൾ ഏത് വിഷയത്തിനു വേണ്ടിയാണോ ആ ദൈവസന്നിധിയിൽ വരുന്നത്, ഏത് വിഷയമാണോ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ മറുപടി ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യരാണെങ്കിലും മറ്റ് മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളാണെങ്കിലും പലപ്പോഴും പല വിഷയങ്ങൾക്കും നമുക്കൊരു റിപ്ലൈ ലഭിക്കാതെ ഇരിക്കുമ്പോൾ, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ ആരും സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ, ആരുടെയും വാക്ക് നമ്മളെ ആശ്വസിപ്പിക്കാതിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം തൻ്റെ വചനത്തിലൂടെ വ്യക്തമാക്കുന്നൊരു കാര്യം: അവങ്കിലേക്ക് നോക്കിയവർ എല്ലാവരും പ്രകാശിതരായി അവരുടെ മുഖമോ പിന്നെ ലജ്ജിച്ചു പോയതില്ലെന്നുള്ളതാണ്. പ്രാർത്ഥന കേൾക്കുന്നവനായൊരു ദൈവം, നമ്മൾ ചോദിക്കുന്ന വിഷയത്തിൽ മറുപടി നൽകുന്നവനായ ദൈവം, ആ ദൈവം ജീവനുള്ളവനായൊരു ദൈവമാണ്. ബൈബിളിൽ പറയുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തിയോ അല്ലെങ്കിൽ മറ്റേതോ ലോകത്തുള്ളതായ ഒരു മനുഷ്യനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്ത നിലയിൽ വളരെ ദൂരസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല. മനുഷ്യ ഇടയിൽ ഇടപഴകുന്ന, മനുഷ്യൻ്റെ പ്രാർത്ഥനകളെ
വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന, അവൻ്റെ ചെറുതും വലുതുമാകുന്ന സകല വിഷയങ്ങൾക്കും ഉത്തരം നൽകുന്നവനായൊരു ദൈവത്തെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ കുറച്ചുകൂടെ ആഴത്തിൽ, കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൃത്യമല്ലാത്ത നിലയിലാണ് കാണുന്നതെങ്കിൽ പുതിയ നിയമം വന്നപ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു പേര് ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. പഴയ നിയമകാലത്ത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഇടയിൽ പെട്ടകമുണ്ടായിരുന്ന ഇടത്ത് അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ഇടത്ത് ഒക്കെയുള്ള ദൈവസാന്നിധ്യത്തെക്കുറിച്ചാണ് കേൾക്കുന്നതെങ്കിൽ പുതിയ നിയമം വന്നപ്പോഴേക്കും അത് 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യത്തിൽ എഴുന്നള്ളി വരുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് പുതിയ നിയമഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ദൈവം എന്ന ആ വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആത്മാവായിട്ടാണ്. ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാകുന്നു. ആത്മാവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ആ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് ഉത്തരം നൽകുന്ന, അല്ലെങ്കിൽ അതിന് റിപ്ലൈ തരുന്ന, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ സംസാരിക്കുന്നൊരു ദൈവത്തെയാണ് നമുക്ക് ബൈബിളിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വ്യക്തമാണത്. വളരെ വ്യക്തവും ശക്തവും അനുഭവവേദ്യവുമാണ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. ദൈവമില്ല എന്ന് എത്രയോ ആളുകൾ പറയുന്നു, അല്ലേ? നിരീശ്വരവാദികളൊക്കെ പറയുന്നു ദൈവമില്ല, ദൈവം സംസാരിക്കുന്നില്ല, ദൈവം രോഗസൗഖ്യമാകത്തില്ല, ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തുകയാണ്. പക്ഷേ എൻ്റെ ജീവിതാനുഭവം വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സംഭവം, ദൈവം എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരാളെ പോലെ തന്നെ നമ്മളോട് സംവദിക്കാൻ കഴിയുന്ന, നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന, കൂട്ടായ്മയിൽ നമുക്ക് തുടരാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം എന്ന് പറയുന്ന ചിന്തയുടെ ആഴത്തിലുള്ള പരിവേഷം സത്യത്തിൽ അത് തന്നെയാണ്. എല്ലാ മതങ്ങളിലും അതൊക്കെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ബൈബിളിനകത്തുള്ള ദൈവം കുറച്ചും കൂടെ ആഴത്തിൽ മനുഷ്യനോട് ഇടപഴകുന്നൊരു ദൈവം, ദൈവത്തിന് ഇഷ്ടങ്ങൾ മനുഷ്യനോട് പറയുന്ന ദൈവം, മനുഷ്യന് ഇഷ്ടങ്ങൾ ദൈവ ഇഷ്ടങ്ങളാക്കണം അല്ലെങ്കിൽ ദൈവ ഇഷ്ടങ്ങളാണോ എന്ന് പരിശോധിക്കത്തക്ക നിലയിൽ ദൈവത്തിനും മനുഷ്യനെക്കുറിച്ചുള്ള ഇഷ്ടങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വായിച്ച ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൃശ്യം ഇതാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായൊരു മറുപടി നൽകുന്ന, അല്ലെങ്കിൽ അതിന് ഉത്തരം നൽകുന്നൊരു ദൈവമാണ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവം എന്നുള്ളതാണ്. ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു, ദാറ്റ്സ് എ സെൻറ്റൻസ്. അതൊരു സെൻറ്റൻസാണ്. ഒരു ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്ന ആ പശ്ചാത്തലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നൊരു ഭാഗമാണ്. എന്നാൽ മറുഭാഗം ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത് പോലെ തന്നെ നിൻ്റെ ദയയും ഞങ്ങളോടുണ്ടാകണമെന്ന്. ലോകത്ത് നമ്മളോട് എത്രയോ പ്രോമിസുകൾ നമുക്ക് തന്നു. പക്ഷേ പലരും ജീവിതയാത്രയിലൊക്കെ പ്രോമിസുകൾ തെറ്റിച്ചു. എന്നാൽ ജീവനുള്ളവനെ ദൈവത്തെക്കുറിച്ച് നമുക്കൊരു സന്തോഷ വാർത്തയുള്ളത്, ആ ദൈവം, നമ്മുടെ ദൈവം ഒരിക്കലും താൻ നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളെ തെറ്റിക്കുന്നില്ല, കൃത്യതയോടെ നിർവഹിക്കുവാൻ പ്രാപ്തനായ ദൈവമാണ്. നിങ്ങൾക്കറിയാം, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യം ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. സാധാരണ ഒരു സ്ത്രീ ഒരു വലിയ ധനാഢ്യൻ്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നൊരു സ്ത്രീ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ഹാഗാർ എന്നാണ് അവളുടെ പേര്. അവൾക്കൊരു മകൻ ഇസ്മയിൽ. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അല്പം അടയും കുറച്ചു വെള്ളവും ഒരു തുരുത്തി വെള്ളവും ഒക്കെ കൊടുത്ത് മരുഭൂമിയിലേക്ക് അവളെ പറഞ്ഞു വിടുകയാണ്. മരുഭൂമിയിലേക്ക് അവളെ പറഞ്ഞു വിട്ടു. അവളുടെ കയ്യിലുള്ള അട തീർന്നു, അല്ലെങ്കിൽ അപ്പം തീർന്നു, ഭക്ഷണം തീർന്നു, വെള്ളവും തീർന്നു. മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന 2 പേർ, ഒരമ്മയും മകനും. അപ്പോൾ മകന് വളരെ പ്രായം കുറവാണ്. അവന് മരിക്കാൻ വേണ്ടി വെപ്രാളപ്പെടുകയാണ്. കാരണം വിശപ്പിൻ്റെ ആധിക്യം നിമിത്തം. അവനൊരു ചെറിയ മരുഭൂമിയിലുള്ള ചെറിയ കുറ്റിക്കാടിൻ്റെ അപ്പുറത്ത് മാറ്റിക്കിടത്തിയിട്ട് ഈ മാതാവ് മകൻ്റെ മരണം കാണണ്ട എന്ന് നിരൂപിച്ച് വളരെ വേദനപ്പെട്ട് കരയുന്ന രംഗം ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. യഹോവയായ ദൈവത്തോടുള്ള പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട്
ആ മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി നീരുറവ തുറന്നു എന്ന് എഴുതിയിരിക്കുന്നു. നീരുറവ തുറന്നു. ശുദ്ധമായ വെള്ളം കുടിച്ച് വിശപ്പകറ്റി, ദാഹമകറ്റി അവരാ മരുഭൂമിയിൽ രക്ഷപ്പെടത്തക്ക നിലയിൽ ഒരു സാഹചര്യം അവിടെ ഒരുക്കപ്പെടുകയാണ്. അപ്പോൾ നോക്കൂ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നിഷ്പക്ഷമായി പക്ഷപാതമില്ലാതെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആരുടെയും പക്ഷം പിടിക്കാതെ ഏതൊരാളും ദൈവമുഖത്തേക്ക് നോക്കിയാൽ ആ ഒരുവനെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം, സഹായിക്കുന്നൊരു ദൈവം. ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത അത്രമാത്രമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പെന്തക്കോസ്തുകാരനെന്നോ നാമധേയ ക്രൈസ്തവനെന്നോ മറ്റ് പല ഡിനോമിനേഷനുകളിൽ വ്യത്യസ്തപ്പെടുത്തി മനുഷ്യൻ ഉപദേശത്തിൻ്റെ രൂപത്തിൽ, ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിയപ്പെട്ട അല്ലെങ്കിൽ വിഭാഗീയത കൽപ്പിച്ച് വിവിധ ബെന്തക്കോസ്തു ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് നമ്മളെ ഒരുമിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് പറയുവാനിടയായി. അപ്പോൾ ഈ ദൈവം ആളുകളോട് എല്ലാവരോടും, മനുഷ്യരോടെല്ലാവരും ഒരുപോലെ ഇടപെടുന്ന, ഒരുപോലെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മറുപടി നൽകുന്നൊരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒത്തിരി ഉദാഹരണം, ദൈവം സംസാരിക്കുന്ന ഒത്തിരി ഉദാഹരണങ്ങളാണ് കാണാതെ. പഴയ നിയമത്തിൽ ഒത്തിരി ഉദാഹരണമുണ്ട്. പുതിയ നിയമഭാഗത്തേക്ക് വരുമ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യക്തമായി കാണാം. ലാസറിൻ്റെ കാര്യം എൻ്റെ ചിന്തയിലുണ്ട്. ലാസർ മരിച്ചു. തൻ്റെ സഹോദരികളായ മാർത്തയും മറിയയും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് യേശുവിനോട് പറയുകയാണ്, ദൂതനെ അയച്ചു പറയുകയാണ്, നിൻ്റെ സഹോദരൻ, നിൻ്റെ ദാസൻ, ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി. വേദന തളം കെട്ടി നിൽക്കുന്ന ദുഃഖാർദ്രമായ ഒരു കുടുംബം, അവരുടെ ഏക ആശ്രയമായിരിക്കുന്ന തൻ്റെ സഹോദരൻ മരിച്ചുപോയി. തനിക്ക് അസുഖമായിരുന്ന സമയത്ത് തന്നെ യേശുവിനെ അറിയിച്ചിരുന്ന ഒരു വിഷയമാണ്, നിൻ്റെ സഹോദരനായ, നിൻ്റെ ദാസനായ ലാസർ മരിക്കാൻ സാധ്യതയുണ്ട്, വരണം. യേശു വന്നില്ല. എന്നാൽ മരിച്ചതിന് ശേഷം തിരുവിൻ്റെ എൻട്രിയിൽ താൻ വന്ന് നിന്ന് അവർ ഇരുവരും ഓടിച്ചെന്ന് ഗുരുവിനെ ക്ഷണിച്ച് അടുത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ വിഷമം പറയുകയാണ്, ലാസർ മരിച്ചുപോയി, ഇനി പ്രതീക്ഷിക്കൊന്നും വകയില്ല, ലാസർ ഇനി ഉയർക്കത്തില്ല, 4 ദിവസമായി ചീഞ്ഞഴുകാൻ തുടങ്ങിയിട്ടുണ്ടാകും ശരീരം. അവരുടെ നാട്ടുനടപ്പനുസരിച്ച് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു. അങ്ങനെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ ദുഃഖത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബന്ധുക്കളെല്ലാം വീടുകളിൽ തിരികെ പോകാൻ തുടങ്ങുന്നു. ലാസർ എന്ന ആ വ്യക്തി ആ വീട്ടിലില്ല. അവൻ ആ വീട്ടിൽ നിന്ന് മാറി പ്രതീക്ഷയെല്ലാം അസ്തമിച്ച സ്ഥാനത്താണ് യേശു വരുന്നത്. എന്നാൽ യേശുവിനെ ആശ്വസിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ പുനരുത്ഥാനമാണ്, ഞാനാണ് പുനരുത്ഥാനം. എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കുമെന്ന് അവരെ പ്രബോധിപ്പിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് യേശു ലാസറിനെ അടക്കി കല്ലറക്കടയ്ക്ക് അടുത്തേക്ക് പോയി കല്ല് അടപ്പായി വെച്ചിരുന്ന കല്ല് എടുത്തു മാറ്റാൻ കൽപ്പിച്ച് കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി യേശു വിളിക്കുകയാണ്, ലാസറസ് പുറത്തു വരിക. ആ നിമിഷം ലാസർ പുറത്തു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം എത്ര ചീഞ്ഞഴുകിയ വിഷയമാണെങ്കിലും, ഇനി അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന വിഷയമാണെങ്കിലും, ഒരു പരിഹാരം സാധ്യമല്ല എന്ന് പറയുന്നൊരു വിഷയമാണെങ്കിലും, എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിള് പഠിപ്പിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റിപ്ലൈ തരുന്നൊരു ദൈവമാണ്. നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുന്നൊരു ദൈവമാണ്. അവന് തുല്യം ചൊല്ലാൻ മറ്റൊരാളില്ല. അത് ജീവിത അനുഭവമാണ്. അത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. എത്ര പേരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ആര് വിശ്വസിക്കുന്നുവോ, ആർക്ക് ആവശ്യമുണ്ടോ, ആരുടെ ജീവിതത്തിനാണോ ഒരു ചേഞ്ച് വേണ്ടത്, ആരുടെ ജീവിതത്തിനാണോ മാറ്റം വേണ്ടത്, അവരുടെ ജീവിതത്തിൽ ഈ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായിട്ട് ഇന്നുമുണ്ട്. അവൻ ഇന്നും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം നമുക്ക് മറുപടി തരുന്നൊരു ദൈവമാണ്. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. തീർച്ചയായും
തീർച്ചയായും ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ ഉണ്ടാകും. നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, വിശാലത വരുത്തും. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി നൽകും. ഈ വചനങ്ങളാൽ സർവ്വശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും മറ്റൊരു വചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. നിങ്ങൾക്ക് പ്രയോജനമാകുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.